ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓർക്കിഡ് എടുക്കുന്ന പോട്ട്സ് കണ്ടോ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പോട്ട്സ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിലൊക്കെ കൊണ്ടിട്ട് അതിങ്ങനെ പൊട്ടിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഓർക്കിഡ്സിൻ്റെ കളക്ഷനേ ഉള്ളൂ. പക്ഷേ എന്താണ് ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും കേട്ടോ. കുറഞ്ഞത് 1 മന്തെങ്കിലും നിൽക്കുവേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ കുറച്ച് പോട്ട്സ് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. മേടിച്ച് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. പിന്നെ കരിക്കട്ടയൊക്കെ തീർന്നു പോയത് കാരണമാണ് ഇത് ഇത്രയും ഡിലേ ആയതേ. അപ്പോൾ കരിക്കട്ടയും ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് നമുക്ക് കുറച്ച് തണലുള്ള ഏരിയയിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഇതിനെല്ലാം റീപ്പോർട്ട് ചെയ്യാനായിട്ട്. ആദ്യം കസേര കയറി എല്ലാ പോട്ട്സും ഞാൻ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണേ. ഓർക്കിഡ് പോട്ട് ചെയ്യുന്നതിലും അതിൻ്റെ പ്രൊപ്പഗേഷനിലൊന്നും ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. പിന്നെ അറിയാവുന്ന രീതിയിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് നല്ല ഇഷ്ടമാണ്. ഒരു 4-5 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. 1-2 എൻ്റെ ഇന്ന് നഷ്ടമായി പോയിട്ടുണ്ടേ. പോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവെക്കണം. കുറച്ച് കരിയും അതുപോലെ തൊണ്ടിൻ്റെ പീസും കൊക്കോ ചിപ്സും ഞാൻ കുറച്ച് സാഫിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 24 അവർ അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിന്ന് പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മോൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞു വെച്ചിട്ടാണ് കുറച്ച് മെഴുകുതിരി മേടിച്ചത്. നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യമുണ്ടേ. മെഴുകുതിരി ഇപ്പോൾ കത്തിക്കണ്ടെന്ന് പറഞ്ഞതാണേ. പക്ഷേ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അമ്മ കത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ ഇരുന്ന് ഉരുക്കി പോവുകയുള്ളൂ. നമുക്കിതൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും മതി മെഴുകുതിരി. അപ്പോൾ ഞാൻ ഈ കരിക്കട്ടയും നമ്മുടെ കൊക്കോ ചിപ്സും കൂടി പോട്ടിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാവേ. ശരിക്കും ഈ പോട്ട്സിൻ്റെ അടിഭാഗത്ത് കൂടി ഹോൾ ഇടണമായിരുന്നു. ഞാൻ അത് മറന്നുപോയതല്ല. ശരിക്കും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചുറ്റും ഹോൾസ് ഉള്ളത് കൊണ്ട് അടിയിൽ ഇടണ്ടെന്നാണ് കരുതിയത്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം പോട്ട് ചെയ്തതിന് ശേഷം ആണ് എനിക്കിത് മനസ്സിലായത് അടിയിലും കൂടി ഹോൾ ഇടേണ്ടതായിരുന്നു എന്നേ. ഇത് ഞാൻ ഇപ്പോൾ നടുന്ന ഈ പ്ലാന്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. വൈറ്റും ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നതാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട്സൊക്കെ ഒത്തിരി താഴത്തേക്ക് പോകാത്ത രീതിയിൽ വേണം നട്ട് വെക്കാൻ. എങ്കിലേ അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരത്തുള്ളൂ. ഈ ഓർക്കിഡ്സൊക്കെ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 3-4 വർഷത്തിൽ കൂടുതലായി കേട്ടോ. റൂട്ടെല്ലാം നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സൊക്കെ കൂടുതലും കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂട്ടാണെങ്കിൽ നമുക്കതിൻ്റെ എൻഡിലായിട്ട് നല്ല ഗ്രീൻ കളർ കാണാൻ പറ്റും കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും റൂട്ട്സ് എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഓർക്കിഡ്സിനെ കെയർ ചെയ്യാൻ ഞാൻ മിക്കവാറൊക്കെ മറന്നു പോകാറുണ്ട്. എല്ലാ പ്ലാന്റ്സിനെയും ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഓർക്കിഡ്സിൻ്റെ കാര്യം ഞാൻ വിട്ടു പോകാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അവർ വിഷമിപ്പിക്കാറില്ല. എന്നാലും മിക്കവാറും ഒക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് കാണാറുണ്ടേ. എനിവേ അതുകൊണ്ടായിരിക്കാം ഞാൻ അവരുടെ കാര്യങ്ങൾ മറന്നു പോകുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ അതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് വേണം പറയാൻ കേട്ടോ. ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഉണങ്ങി നിന്ന അതിന് എന്താണ് പേര് പറയുന്നതെന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അതിൻ്റെ ആ സ്റ്റെമ്മുണ്ടല്ലോ, അത്ര ഹെൽത്തി അല്ലാത്ത സ്റ്റെമ്മ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഓർക്കിഡാണ് ആകെ മൊത്തം നാശമായി പോയിട്ടുള്ളത്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. നല്ല കളറാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ്. എനിക്കെന്നല്ല, അത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും. അത്ര ഭംഗിയുള്ളൊരു ഡാർക്ക് മജന്ത കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് എൻഡിലായിട്ട് ഇതുപോലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് അതിനകത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടും ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മൊട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഇളകി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അതുകൂടി അതിലേക്ക് നട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ മെഴുകുതിരി എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ മെഴുകുതിരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം ഇറങ്ങി അത് ചീഞ്ഞു പോകില്ല. അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ കട്ട് ചെയ്യുന്ന എൻഡിൽ കുറച്ച് സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് തേച്ചതിന് ശേഷം ഈ മെഴുകുതിരി ഉരുക്കി അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആക്കിയിട്ട് ഞാനത് നട്ട് വെക്കുകയാണ്. നമ്മൾ ആ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ചെറിയ പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നതിനെ ഒരു രണ്ട്
പോട്ടിലാക്കി നട്ടിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് പോട്ടിലിരിക്കുന്ന പ്ലാന്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, കാരണം മറ്റതൊക്കെ സക്സസ് ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ പ്ലാന്റ്സ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും എന്താകും എന്നെനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. എന്തായാലും നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ. ഇങ്ങനെ തന്നെ കുറേ നാൾ നിന്ന് അതിൻ്റെ ഹെൽത്ത് എല്ലാം നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും ഇതിന് മുതിർന്നത് കേട്ടോ. ഈ ഓർക്കിഡ്സിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. അതിനകത്ത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നുള്ള അതിനെന്താണ് കിക്കീസ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ കട്ടിങ്സിൽ നിന്നും ഓരോ പ്ലാന്റ് ആക്കി എടുക്കുന്നത് കാണാം. ഇപ്പം ഞാൻ എന്തായാലും ഒരുവിധം എല്ലാം നട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പഴയ സ്ഥലത്ത് തന്നെ ഹാങ് ചെയ്തിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ള അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാം ഞാൻ ചെറിയ പോട്ടിലാക്കി നല്ല ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാതുള്ളതെല്ലാം അവിടെ തന്നെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടി നീറ്റായിട്ടുണ്ടല്ലേ. കൂടുതലും ഞാൻ കരി മാത്രം ചേർത്താണ് നടാറുള്ളത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് കുറച്ച് തൊണ്ടിൻ്റെ പീസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ.